ഹല്ലേലൂയ. എല്ലാവരെയും വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും ദൈവാനുഗ്രഹത്തിലും കാണുകയാണ്. ഈ ഒരു സമയത്ത് ദൈവവചനം കേൾക്കുവാൻ നമുക്ക് കിട്ടിയ ഈ നല്ല അവസരത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പേര് ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാനായി വന്നിട്ടുള്ളവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കുന്ന സമയമാണ്. ഒരു ദിവസം ഒരു സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മനസ്സിൽ കാണുന്ന ഒരു കാര്യമായിരുന്നു, അടുക്കളയിൽ അമ്മച്ചിമാർ ഉപയോഗിക്കുന്ന കൈക്കലത്തുണി. അതിൻ്റെ പേര് തന്നെ കൈക്കലത്തുണി എന്നാണ്. അതിൽ കരിയുണ്ട്, ചെളിയുണ്ട്, ചാരമുണ്ട്, അതെല്ലാം കൂടെ ഉള്ളതാണ് കൈക്കലത്തുണി. നമ്മളും ചിലപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തയും ഒരു കൈക്കലത്തുണി പോലെ ആയല്ലോ എന്ന് തോന്നും. നിങ്ങളെക്കുറിച്ചല്ല, എന്നെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവമേ, അടുക്കളയിലെ കൈക്കലത്തുണി പോലെയാണല്ലോ എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും ഒക്കെ. എങ്കിലും നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ഏത് അവസ്ഥയിലാണെങ്കിലും സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീടിൻ്റെയൊക്കെ ഭിത്തിയിൽ ചിലപ്പോൾ ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റാറുണ്ട്. ഇതുപോലെ ഇന്ന് പ്രസംഗിക്കുന്ന വചനങ്ങൾ ഭിത്തിയിലെ ആണി കയറുന്നത് പോലെ തറച്ചു കയറാൻ, തുളച്ചു കയറാൻ, അതവിടെ ഒരു അനുഗ്രഹമായി നിലനിൽക്കാൻ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകും. ഞാൻ പല സ്ഥലത്തിലൂടെയും ഈ നാളുകളിലൊക്കെ യാത്ര ചെയ്തപ്പോൾ പല ആളുകളെയും കാണാനിട വന്നു. പല മനുഷ്യരെയും, ഈ ദേശത്തുള്ളവരെയല്ല, മറ്റു പല ദേശത്തുള്ളവരെയും, വലിയ വിദ്യാഭ്യാസമുള്ളവരെയും വലിയ നിലകളിലുള്ളവരെയും ഒക്കെ കാണാൻ ഇടവന്നു, പരിചയപ്പെടാൻ ഇടവന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു വാക്കാണ്, അച്ഛൻ വചനം പ്രസംഗിക്കുമ്പോൾ അത് ഞങ്ങൾക്കൊത്തിരി സമാധാനം നൽകുന്നു. ആ വചനം ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നു. ധൈര്യം. ഞങ്ങൾ ആ ധൈര്യത്തിലായി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആ വചനപ്രഘോഷണം ഒരു പ്രതീക്ഷയാണ്. തകർന്നു പോകേണ്ട പല സ്ഥലത്തും ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ആ ദിവസം കേൾക്കുന്ന വചനമാണ്. ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഇങ്ങനെയൊരു ദൈവപ്രവൃത്തി സംഭവിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, അത്ഭുതം പ്രവർത്തിക്കുന്നത് ഞാനല്ല. അത്ഭുതം ഇന്നു വരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവമാണ്. വചനം കേൾക്കുന്നത് എന്നിലൂടെയായിരിക്കാം, പക്ഷെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല. നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതാ വചനത്തിലൂടെ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം വഴിത്തിരിവിനും മാറ്റത്തിനും മാനസാന്തരത്തിനും വഴി തുറക്കുന്നതിനും തിന്മയുടെ കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനുമെല്ലാം കാരണമാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9, 18, 19 വാക്യങ്ങളാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18, 19 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. 19-ാമത്തെ വാക്യം വായിച്ച്. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? വിത്ത്
ഇനിയും കളപ്പുരയിൽ തന്നെയാണോ ഇരിക്കുന്നത്? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഫലം നൽകുന്നില്ലേ? അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞു തരാം. വിത്ത് അത് കളപ്പുരയിൽ തന്നെ ഇരിക്കുന്നു, ഒരു ഗുണവുമില്ല. 2, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മാതളനാരകമുണ്ട്, ഒലിവുണ്ട്, പക്ഷെ ഒന്നേത്തേലും ഫലമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഗുണമില്ല. അതിൽ നിന്നൊരു അനുഗ്രഹം ഉണ്ടാകുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്: മുന്തിരിവള്ളിയുണ്ട്, അത്തിവൃക്ഷമുണ്ട്, പറമ്പിൽ ഇതെല്ലാം നിപ്പുണ്ട്, പക്ഷെ ഒന്നേത്തേലും ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ദൈവത്തിനു വേണ്ടി കല്ലിട്ട അന്നു മുതൽ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ഒരു വാക്കാണ് ഇന്നു മുതൽ. ഇന്നു മുതൽ. ആമേൻ. ഇന്നലെ വരെയും മുന്തിരിവള്ളിയും മാതളനാരകവും ഒലിവും ഒന്നും ഫലം നൽകാത്ത അവസ്ഥയാണ്. പക്ഷെ ഇന്നു മുതൽ നിന്റെ ആരോഗ്യം നിനക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും. ഇന്നു മുതൽ നിന്റെ ഭവനം നിനക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും. ഇന്നു മുതൽ നിന്റെ വിദ്യാഭ്യാസം നിനക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും. ഇന്നു മുതൽ ഈ എഴുതി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ കാണാൻ തുടങ്ങും. ഇന്നു മുതൽ. ഇത് കേവലം ഒരു പ്രാർത്ഥനയായിട്ട് മാത്രമല്ല, ഇതെൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമായി മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഓർത്തേ, കർത്താവേ, എനിക്കെല്ലാം ഉണ്ട്, പക്ഷേ ഒന്നിലൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഇന്നു മുതൽ ഒരു അനുഗ്രഹം വേണം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വേണം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ ലഭിച്ച അനുഭവം വേണം. ഇന്നു മുതൽ ഈ വെള്ളിയാഴ്ച മുതൽ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഈ കുടുംബം ഈ നിമിഷം മുതൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം ഇന്നു മുതൽ ദൈവത്താൽ, സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്നു മുതൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം തരണമേ. ഇന്ന് എന്റെ പ്രതിസന്ധികൾ മാറണമേ. ഇന്ന് എന്റെ തടസ്സങ്ങൾ മാറണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. ഈ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പല പ്രാവശ്യം വായിച്ചു. അതിനുശേഷം എഴുതിയിരിക്കുവാണ്, പറമ്പില് മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ബലവും ഇല്ല. പക്ഷെ ദൈവം പറയുവാണ്, ഇന്നു മുതൽ നീ പ്രാർത്ഥിച്ച ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വചനമാണ് സങ്കീർത്തന പുസ്തകം 92-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എഴുതിയിരിക്കുകയാണ്, എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് ഏതുപോലെ? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. കാട്ടുപോത്തിന്റെ കൊമ്പ് കാട്ടിലെ ആനകൾ പോലും ഭയപ്പെടുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. കൊമ്പിരിക്കുന്നത് തലയിലാണ്. ദൈവവചനം പറയുവാണ്, നിന്റെ കൊമ്പിനെ, നിന്റെ ജീവിതത്തെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്താൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. കാട്ടുപോത്തിന്റെ കൊമ്പ് പറഞ്ഞു കേട്ട അറിവെങ്കിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ മൃഗത്തെ കണ്ട പരിചയം, ഒരു സൂവിലെങ്കിലും വെച്ച് ഈ മൃഗത്തെ കണ്ടിട്ടുണ്ടാകും, അല്ലെ എപ്പോഴേലും കണ്ടിട്ടുണ്ടാകും. കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ ആ ഷേപ്പും അതിൻ്റെ നിൽപ്പും അതൊരു രാജകീയതയാണ്. ദൈവവചനം ചേർത്ത് വച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തെ ഇന്നേതവസ്ഥയിൽ താന്നുകൊണ്ടിരിക്കുവാണേലും, ഇന്നേതവസ്ഥയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുവാണേലും, അവിടുന്ന് നിന്റെ കൊമ്പിനെ, ആ കൊമ്പിനെ എന്നുള്ള സ്ഥാനത്ത് നിന്റെ ജീവിതത്തെ, നിന്റെ ഭാവിയെ, എൻ്റെ ശുശ്രൂഷയെ
കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്? ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അടുത്ത വാക്യം, അതെങ്ങനെയാ അങ്ങനെ ഒരു ഉയർച്ച വന്നെന്ന് എഴുതിയിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അതാണ് അതിൻ്റെ കാരണം. ഈ പുതിയ തൈലം ജീവിതത്തിൽ വന്നോണ്ടാണ്, അത് ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടോണ്ടാ നിന്റെ ജീവിതം കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരാൻ കാരണമാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലാതെ രാഷ്ട്രീയം കളിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും പാരവച്ചിട്ടോ വേറൊരുത്തിനിട്ട് ഇല്ലാവചനം പറഞ്ഞിട്ടോ ഒന്നും അങ്ങനെ രാഷ്ട്രീയം കളിച്ച് പൊളിറ്റിക്സ് കളിച്ച് ഉയർന്നു വന്നതിനെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. ദൈവം ഒരാളെ ഉയർത്തിയത് എപ്പോഴാണ്? ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്തുന്നത് എപ്പോഴാണ്? നിന്റെ മേൽ ഒഴിക്കുന്ന പുതിയ തൈലം ജീവിതം. എന്താണ് ഈ തൈലം? ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം നിങ്ങളുടെ മേൽ ദൈവം ഒഴിക്കുന്ന തൈലമാണ്. ഈ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ദൈവം ഒഴിക്കുന്ന ഒരു തൈലമാണ്. ഇത് നിങ്ങളുടെ മേൽ ദൈവം ഒഴിക്കുന്ന ഒരു തൈലമാണ്. ഈ തൈലം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ ജീവിതം പരാജയപ്പെടുമെന്നല്ല എഴുതിയിരിക്കുന്നത്. നിന്റെ ജീവിതം എവിടെ എത്താതെ പോകുമെന്നല്ല എഴുതിയിരിക്കുന്നത്. അവിടുന്ന് നിന്നെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി നിർത്താൻ കാരണമാകും. ജീവിതത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവരുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കണം, അഭിമാനത്തോടെ നിൽക്കണം. ഇങ്ങനെ തല താഴ്ത്തി ചീഞ്ഞ് ജീവിച്ച് മടുത്തു, അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ജീവിച്ച് മടുത്തു, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത്, എന്ത് മോശം ജീവിതമാണ് ഞങ്ങളുടേതൊക്കെ, ഞങ്ങൾക്കൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കേൾക്കുന്ന ഈ വചനം നിന്റെ മേൽ ഒരു തൈലം പോലെ വരുന്ന സമയമാണ്. അത് നിന്നെ താഴ്ത്തുകയല്ല, അത് ചുമ്മാതെ ഒരാളെ ഉയർത്തുകയുമല്ല. കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ പലരും ഭയപ്പെടുന്ന രീതിയിലും അത്ഭുതപ്പെടുന്ന രീതിയിലും നിന്നെ ഉയർത്തി നിർത്താൻ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. സങ്കീർത്തനം 92:10 എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒഴിക്കപ്പെടുന്ന തൈലമാണ് ഈ വചനം. ചിലര് പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് ഇത്രയും വയസ്സായി, ബന്ധുക്കളെല്ലാം ചോദിക്കുവാണ് എന്താ കല്യാണം നടത്താത്ത എന്താണെന്ന് ചോദിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളുടെ ശിരസ് താണിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ മകളോട് ചോദിച്ചു, വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞത് വിവാഹം എനിക്ക് വേണ്ട എന്നാണ്, വിവാഹ ജീവിതത്തെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ താഴ്ത്തിയാണ് നിൽക്കുന്നത്. എനിക്കൊരു നല്ല ജോലിയിൽ എല്ലാവരും ചോദിക്കുക, ജോലി ആയോ കല്യാണമായോ, വീടെന്നാ വക്കാത്തത്, എന്താ ഇപ്പോഴും കടമൊക്കെ ഉണ്ടോ, കടം മാറിയോ, പലരും ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ തല താന്നു പോവാണ് പലരുടെയും മുമ്പിൽ. ചിലർ പറയുന്നുണ്ട് ഞാനിപ്പോൾ പള്ളിയിലൊന്നും പോകാറില്ല. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? നാണക്കേടായിട്ടാ. പലരും ഞങ്ങളോട് ചോദിക്കുമ്പോൾ എന്നെ അവരോട് മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പള്ളി പോലും പോകാറില്ല. എവിടെയെങ്കിലും ശിരസ് താണിരിക്കുന്നവരാണോ നിങ്ങൾ? എന്തിൻ്റെയെങ്കിലും കാരണത്തിൽ നിങ്ങൾ തലകുനിച്ച് ജീവിക്കുന്നവരാണോന്ന്? എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയെന്ന് വിചാരിച്ചോ, രക്ഷപ്പെടാൻ ഇനി പറ്റത്തില്ലെന്നോർത്തൊക്കെ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നവരാണോ? നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഒഴിക്കുന്ന തൈലമാണ് ഈ വചനം. അത് നിങ്ങളുടെ ജീവിതം കുറെ കൂടി താഴോട്ട് പോയി ഏറ്റവും അടിയിലേക്ക് പോകുമെന്നല്ല, നിന്റെ കൊമ്പിന് അലയാളുകളും ഭയപ്പെടുന്ന രീതിയിൽ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി നിർത്താൻ, അത്ഭുതപ്പെടുന്ന രീതിയിൽ ഉയർത്തി നിർത്താൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ തരും, അനുഗ്രഹം തരും. അതിനുള്ള ശക്തിയും ബലവും തൻ്റെ ഇടവും ധൈര്യവും ആശയവും സമ്പത്തും
എല്ലാം ദൈവം എനിക്ക് തരും. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം ഇങ്ങനെ ദൈവം ഉയർത്തുമ്പോൾ 12ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. നീതിമാൻ. അപ്പോൾ ഞാനല്ലെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. ഞാൻ കൈക്കലത്തുണി പോലത്തെ ഒരാളല്ലേ, മുഴുവൻ കരിയും കറയും പാപവും ചുളിവും ഒക്കെ ഇരിക്കുന്ന ഒരു കൈക്കലത്തുണിയല്ലേ എൻ്റെ ജീവിതം. പിന്നെ ഞാൻ എങ്ങനെ നീതിമാനാകും? ആരാണ് നീതിമാൻ? കർത്താവെ, ഞാൻ പാപിയാണല്ലോ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നവൻ്റെ പേരാണ് നീതിമാൻ. അത് ഈ കസേരയെ കൂടി ഇരുന്ന് നടക്കും. ഇപ്പം ബൈബിൾ എഴുതിയിരിക്കുന്ന നീതിമാൻ വളരുന്ന. ഞാൻ എന്നെ ഉദ്ദേശിച്ചല്ല, അങ്ങനെ പറയരുത്. ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ, കർത്താവേ, ഞാനൊരു പാപിയാണ്, കൈക്കലത്തുണി പോലത്തെ ജീവിതമാണ് എൻ്റേത്, കൊള്ളാവുന്നൊരു ജീവിതമല്ല ഞാൻ നയിച്ചത്, ഞാനൊരു അയോഗ്യനാണ് എന്ന് ദൈവസന്നിധിയിൽ അനുദപിക്കുമ്പോൾ ദൈവം നിന്നെ നീതിമാനായി എണ്ണാൻ തുടങ്ങും. ഹല്ലേലൂയ. നീതിമാന്മാരിൽ ഒരാളായി എണ്ണാൻ തുടങ്ങും. ദൈവവചനം നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നു, നീതിമാൻ പന പോലെ മുമ്പേ കാട്ടുപോത്തിൻ്റെത് പോലായിരുന്നു, ഇപ്പോൾ പന പോലെ തഴച്ചു വളരും. ഈ വളർച്ച എപ്പോഴാ ഉണ്ടായെന്നറിയാമോ? ഒരാളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹമുള്ള വളർച്ച വരുന്നത് ഈ തൈലം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ മുതലാണ്. ഈ തൈലമാണ് ഇപ്പോൾ നിങ്ങളുടെ മേൽ വചനത്തിന്റെ രൂപത്തിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ലെബനോനിലെ ദേവദാരു പോലെ വളരും. എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ ഉദാഹരണ സഹിതം എഴുതി. ലെബനോനിലെ ദേവദാരുവിന് എന്തോ പ്രത്യേകതയുണ്ട്. അപ്പം ലെബനോനിലെ ദേവദാരു പോലെ വളരും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങളുടെ മക്കൾ വളരും, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും, നിങ്ങളുടെ ബിസിനസ് വളരും. ഏതുപോലെ? ചുമ്മാ ഏതാണ്ടോ പോലെയല്ല, കൃത്യം എഴുതിയിട്ടുണ്ട്. ലെബനോനിലെ ദേവദാരു പോലെ. എപ്പോഴെങ്കിലും പഠിക്കാൻ കിട്ടുമ്പോൾ ലെബനോനിലെ ദേവദാരുവിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു പ്രത്യേക നാട്ടിൽ ഏറ്റവും നന്നായി വളർന്നു വരുന്ന ഒരു മരമാണ് ദേവദാരു. അത് ഏറ്റവും പേരുകേട്ട ലെബനോനിലെ ദേവദാരുവിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ ആ മരം വളരുന്ന പോലല്ല ലെബനോനിൽ ആ മരം വളരുന്നത്. അതായത് ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്ന നിങ്ങൾ ലെബനോനിലെ ദേവദാരു പോലെ വളരും, പന പോലെ തഴച്ചു വരും, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ ജീവനെ, ജീവിതത്തെ, കുടുംബത്തെ, ഭാവിയെ ദൈവം ഉയർത്തും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ദൈവവചനത്തിനകത്താണ്. അടുത്ത വാക്യം വായിക്കാം. 13ാമത്തെ വാക്യം. അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവരെ ആരെയാണ് ദൈവത്തിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് കാട്ടിലെ പറമ്പിൽ കിളുക്കുന്ന ഒരു ചെടി പോലെ കിളുത്തതല്ല, നട്ടിരിക്കുന്നതാണ്. ആരോ ഒരാളാണ് നട്ടത്. ദൈവത്തിന്റെ കരം എവിടെ നട്ടു? അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ചിന്തിക്കുന്നു, ദൈവവചനം കേൾക്കുന്ന എന്നെ നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ദൈവം നട്ടും. ദൈവത്തിന്റെ ഭവനത്തിൽ എന്നെ നടും. ചുമ്മാ കേൾക്കുന്നതിനെ കുറിച്ചല്ല, ദൈവം നടും. ഒന്നും കൂടെ വായിച്ചേ. ദൈവത്തിന്റെ ഭവനത്തിൽ അവർ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണത്തിൽ, ആ അനുഗ്രഹത്തിൽ തഴച്ചു വളരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ വചനം ഇന്ന് അത്ര കാര്യമായി ശ്രദ്ധിച്ചില്ലേലും സൗകര്യമുള്ള ഒരു സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ 91 സങ്കീർത്തനം, ഞാൻ ഈ വായിച്ച ഭാഗം തിരക്കൊന്നുമില്ലാതെ ഒന്ന് വായിച്ചു നോക്കണം. ദൈവം നൽകുന്നൊരു വളർച്ചയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഭംഗിവാക്കായി എഴുതിപ്പോയതല്ല. ഇത് പ്രാർത്ഥിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇത് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ലെബനോനിലെ ദേവദാരു പോലെ വളരാൻ പറ്റും. ദൈവത്തിന്റെ ഭവനത്തിനകത്ത് ദൈവം നട്ടു വളർത്തും. എന്നിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവർ ദൈവത്തിന്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. തഴച്ചു. അവിടെ വളർച്ചയ്ക്കൊരു, നമ്മുടെ ചില ചെടി നോക്കിയിട്ട് നല്ല തഴച്ചു വളരുന്ന ഒരു ചെടിയാന്ന് പറയില്ലേ? ചുമ്മാ വളരുന്ന ഒരു ചെടിയും തഴച്ച് വളം സ്വീകരിച്ച് വളവും വെള്ളവും ആവശ്യത്തിന് കിട്ടി തഴച്ചു വളരുന്ന ചെടിയും തമ്മിൽ അതിൻ്റെ ഇലയെ പോലും വ്യത്യാസമുണ്ട്.
ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വചനത്തിൽ ജീവിച്ച് വളരുന്ന നിങ്ങളിൽ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പോലും നിങ്ങളുടെ വളർച്ചയെ അത്ഭുതമായി തോന്നും. അത്ഭുതമായി തോന്നും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് അടുത്ത വാക്യം 14-ാമത്തെ വാക്യം. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. വാർദ്ധക്യം, വയസ്സായി ഒത്തിരി പ്രായമാകുമ്പോഴും അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തുടരും. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. അവർ അനുഗ്രഹത്തിൽ നിൽക്കുമെന്ന്. കുറച്ചു നാൾ കഴിയുമ്പോൾ പൂ വാടുന്ന പോലെ വാടിപ്പോകുന്നതിനെ കുറിച്ചല്ല, അവർ പുഷ്ടിയോടെ നിൽക്കും. 15-ാമത്തെ വാക്യം. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശില, അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല. ഞാൻ ഈ നാളുകളിലൊക്കെ പോയ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പറയിപ്പിച്ചതൊന്നുമല്ല, ഞാൻ പറയിപ്പിച്ചതായ സാക്ഷ്യങ്ങളൊന്നുമല്ല. ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയുവാണ്, ഞങ്ങൾക്കൊരവസരം തരുമോ, ഞങ്ങൾക്ക് അങ്ങ് വരെ വരാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ നേർന്നിട്ടുള്ളത് കൊണ്ടാണ്. ദൈവം ചെയ്ത കാര്യങ്ങളാണ് അവർ വിളിച്ചു പറയുന്നത്. ഞാനൊരു വാക്യം വായിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 126-ാം അധ്യായം 5-ാമത്തെ 126 5-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചു കേൾക്കണേ ആ വചനം. 126 5 6 വാക്യങ്ങളാണ്. സങ്കീർത്തനം 126 5 6 വാക്യങ്ങൾ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ. വിതയ്ക്കുക എന്ന വാക്ക് മനസ്സിൽ നിന്ന് കളയരുത്. നമുക്ക് സുപരിചിതമായൊരു വാക്കാണ്. പാടത്ത് നെൽവിത്ത് വിതച്ചു, പയറുവിത്ത് വിതച്ചു. അല്ലെങ്കിൽ ഇവിടുന്ന് മാറി തൊട്ടടുത്ത് കർണാടകയിലേക്ക് പോയാൽ അവർ പറയും, ഞങ്ങൾ ഉള്ളിയുടെ അരി അല്ലെങ്കിൽ ആ ഉള്ളി തൈ വിതച്ചിരിക്കുവാണ്, വെളുത്തുള്ളി വിതച്ചിരിക്കുവാണ്, കാബേജിൻ്റെ വിത്ത് വിതച്ചിരിക്കുന്നു. വിത്താണ് വിതയ്ക്കുന്നത്. ഒരു വാക്യം എഴുതിയിരിക്കുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. സന്തോഷത്തോടെ കൊയ്തെടുക്കും. വിതയ്ക്കാതെ കത്തിയുമായിട്ട് ഇറങ്ങരുത് കൊയ്യാൻ. ആരേലും നന്നായിട്ട് ഉയർന്നു വരുന്നത് കാണുമ്പോൾ ആവശ്യമില്ലാതെ കുശുമ്പും അസൂയയും മാത്രം പോരാ. അവനൊക്കെ കണ്ണുനീരോടെ വിതച്ചിട്ടാ ഇന്ന് ആനന്ദത്തോടെ കൊയ്യുന്നേ. അല്ലാണ്ട് കൊയ്യാൻ മാത്രം ആ കത്തിയെടുത്തോണ്ട് ഇറങ്ങി എനിക്കെന്തോ കുഴപ്പമുള്ളതുകൊണ്ടാ എനിക്കൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പറയരുത്. കണ്ണുനീരോടെ വിതച്ച ഒരു കാലമുണ്ട്. എന്താണ് ഈ കണ്ണുനീരോടെ വിതയ്ക്കാന്നറിയാമോ? നമ്മളൊക്കെ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ കണ്ണുനീരോടെ വിതയ്ക്കുന്നൊരു പ്രാർത്ഥന എന്ന വിത്താണ്. നാളെ ഒരു സമയത്ത് നമ്മൾ വിതച്ച വിത്തിനാണ് നാളെ നമ്മൾ പറയുന്നത്. സന്തോഷത്തോടെ സാക്ഷ്യം പറയും, ആനന്ദത്തോടെ അത് കൊയ്തെടുക്കും. വിതയ്ക്കുന്നവൻ കൊയ്യും. എന്തു വിതച്ചാലും പ്രശ്നമാ. വിതയ്ക്കുന്ന എല്ലാ കാര്യത്തെയും ഭയത്തോടെ വേണം കാണാൻ. വേറെ ഒരാൾക്ക് ദോഷം വരുന്നത് വിതയ്ക്കരുത്. ഇതും പ്രധാനപ്പെട്ടതാണ്. വേറൊരുത്തൻ തകർന്നു പോകുന്നത് കൊണ്ടുപോയി വിതയ്ക്കരുത്. അവന് പാര കിട്ടുന്നത് കൊണ്ടുപോയി വിതയ്ക്കരുത്. അത് ഇപ്പം കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരു വിധത്തിൽ അത് പ്രശ്നമായിട്ട് വരും. കണ്ണുനീരോടെ പ്രാർത്ഥനയാണ് ഇന്ന് ഇവിടെ ഇരുന്ന് വിതയ്ക്കുന്നതെങ്കിൽ അത് ആനന്ദത്തോടെ കൊയ്തെടുക്കാൻ ഇടവരും. അടുത്ത വാക്കെന്നാ നോക്കിക്കേ. അടുത്ത വാക്യം. അടുത്ത വിത്ത് ചുമന്നുകൊണ്ട്. വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ. ഒരിക്കലും വിത്ത് ചുമന്നുകൊണ്ട് ആരും കണ്ണുനീരോടെ വിതയ്ക്കാൻ പോവില്ല. വിതയ്ക്കാൻ പോകുന്നവനൊക്കെ ഭയങ്കര പ്രതീക്ഷയാ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു വിത്ത് വിതയെക്കുറിച്ചല്ല, പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. വിത്ത് ചുമന്നുകൊണ്ട് സങ്കടത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിൽ കയറി വരും. ആമേൻ. ഈ രണ്ട് കാലവും പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട്. ഇന്നൊരു പക്ഷെ ഇവിടെ കേൾക്കുന്ന നിങ്ങൾ ഇതുപോലെ ആയിരിക്കും. വിത്ത് ചുമന്ന് സങ്കടത്തോടെ ഇരിക്കുമായിരിക്കും. എല്ലാം ഭാരമാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്, തകർച്ചയാണ്, സാമ്പത്തിക പ്രശ്നമാണ്, രോഗമാണ്, ജോലിയില്ല. ഇന്ന് ചുമന്നുകൊണ്ട് വിലാപത്തോടെ ആയിരിക്കും നടക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, കറ്റ ചുമന്ന് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് നീ വരുന്ന ഒരു കാലവും ദൈവം നിനക്ക് ഒരുക്കി തരും. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
വിത്ത് വിതയ്ക്കുവാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഇന്ന് പ്രാർത്ഥിക്കുന്നത്. അത് അവർക്ക് അനുഗ്രഹമായ ആ വിത്ത് മുളച്ചു വരും. നിങ്ങൾ വിതയ്ക്കുന്ന അനുഗ്രഹമുള്ളൊരു കുടുംബജീവിതത്തിന് വേണ്ടിയായിരിക്കും. അത് ഇന്ന് വിതയ്ക്കുന്ന വിത്താണത്. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയായിരിക്കും, ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരിക്കും. അത് വിതയ്ക്കുന്ന വിത്താണ്. ആ വിത്താണ് നാളെ സന്തോഷത്തോടെ കൊയ്തെടുക്കാൻ കാരണമാകുന്നത്. ഒരുപക്ഷെ 3-4 വർഷം മുമ്പ് വിതച്ച പ്രാർത്ഥനയുടെ വിത്തായിരിക്കും പല കുടുംബത്തിൻ്റെയും ഭാഗ്യമായി ഇന്ന് തഴച്ചു വളരുന്നത്. എൻ്റെ കൊച്ചുങ്ങൾ അവിടെ എത്തി, എൻ്റെ പിള്ളേർ ഇന്ന സ്ഥലത്താണ്, ഇന്നൊരു നല്ല പൊസിഷൻ എത്തി, എൻ്റെ മക്കൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടി, നല്ലൊരു കുടുംബജീവിതമായി ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹമുള്ള മക്കളെയാണ് നൽകിയത്. ഇത് മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. പക്ഷെ ഒരു കാലത്ത് കണ്ണുനീരോടെ വിതച്ചിട്ടാണ് അവരിന്ന് കൊയ്തെടുക്കുന്നത്. നിങ്ങൾ ഇന്ന് കണ്ണുനീരോടെയാണോ വിതയ്ക്കുന്നത്? നിങ്ങൾ ആനന്ദത്തോടെ കൊയ്തെടുത്ത് വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങുന്ന ഒരു അനുഗ്രഹമുള്ള കാലവും സ്വർഗത്തിലെ ദൈവം എനിക്ക് അനുവദിച്ചു തരാതിരിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. അതിൻ്റെ 2-ാമത്തെ ഭാഗം അനുഗ്രഹമുള്ളൊരു വാക്കാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇതൊന്ന് കേട്ടിട്ട് വേണം പോകാൻ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആമേൻ. അതൊരു പേടിയുള്ള വാക്കാണ്. വേണ്ടാതീനം വിതച്ചാൽ വേണ്ടാതീനം കയറി വരും. വേണ്ടാതീനം, വേറൊരുത്തിന് ദ്രോഹം വരുന്നത്, അവൻ തകരുന്നത്, അവൻ്റെ കുടുംബജീവിതം പാളിപ്പോകുന്നത് വിതയ്ക്കാൻ പോകരുത്. വേറൊരാളുടെ കല്യാണം മുടക്കാൻ പോകരുത്, അത് വിതയ്ക്കരുത്. അവൻ്റെ സ്ഥലക്കച്ചവടം മുടക്കാൻ പോകരുത്, അത് വിതയ്ക്കരുത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കൊയ്ത്ത്, 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കൊയ്ത്ത്. പണ്ട് വിതച്ചതിൻ്റെ വിതയ്ക്കും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചിലപ്പോൾ പയറിൻ്റെ ഒരു വിത്തായിരിക്കും മണ്ണിൽ വിതച്ചത്, ഒറ്റ വിത്ത്. 10 ഇരട്ടി വിത്താണ് തിരിച്ച് പറിച്ചെടുക്കുന്നത്. ഒരു വിത്തല്ലാതെ ഉണ്ടാകുന്നത് 100 കണക്കിന് വിത്ത്, അത് ഒറ്റ വിത്തേന്നുണ്ടാവും. നമ്മളൊരു നല്ല കാര്യം വിതച്ചാലും അങ്ങനെ. നമ്മൾ വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥന വിതച്ചാൽ നാളെ ഒരു സമയത്ത് അതേന്ന് 100 അനുഗ്രഹം കൊയ്തെടുക്കും. വേറൊരുത്തരും തകർച്ച വരുന്നതും ദ്രോഹം ഉണ്ടാകുന്നതും അവൻ കുടുംബം തകർന്നു പോകുന്നതും അവനെ പറ്റിക്കുന്നതും വിതച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ല, നാളെ ഒരു സമയത്ത് അത് 10 ഇരട്ടിയായി തിരിച്ചു കയറി വരും. അതാ ബൈബിൾ പറഞ്ഞത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വിതയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം. വേറൊരാളെക്കുറിച്ച് വാക്കുകൊണ്ട് രഹസ്യത്തിൽ പറയുന്നത് പോലും ശ്രദ്ധിച്ചു വേണം, ശ്രദ്ധിച്ചു വേണം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്നും ഓർത്ത് നോക്ക്. ചിലതൊക്കെ വിതച്ചത് ശരിയായ സ്ഥലത്തല്ല. അതിലൂടെ കുറേ പേര് സങ്കടം അനുഭവിച്ചിട്ടുണ്ട്, ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, ഉള്ളു കലങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതൊക്കെ തിരിച്ചടിയായി സാധ്യതയുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതുകൊണ്ട് ഓർത്തു, വിതയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം. വിതയ്ക്കുന്നത് അത് ആരുടെ ജീവിതമാണേലും, പ്രസംഗിക്കുന്ന എൻ്റെ കാര്യമാണേലും ബാധകമാണ്. ഞാൻ വിതയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം. വേറൊരാളെ തകർക്കാനുള്ളത് വിതച്ചാൽ എൻ്റെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോകും. എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകും. എൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ദ്രോഹം അവൻ തകർന്നു ഒരാളെന്നോട് പറയുവാണ്, ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്യാൻ 5 ലക്ഷം രൂപ മുടക്കി കൂടോത്രം ചെയ്യാൻ പോയ ആൾ, കൂടോത്രം ചെയ്യാനേ 5 ലക്ഷം രൂപ മുടക്കി, 3 ലക്ഷം രൂപ മുടക്കി വേറൊരുത്തൻ്റെ തകർച്ചയ്ക്ക് കൂടോത്രക്കാരൻ്റെ അടുത്ത് പോയ ആള്. നമ്മൾ അത്ഭുതപ്പെടും, ഇയാൾക്ക് ഈ പൈസയ്ക്ക് വേറെന്തെങ്കിലും ചെയ്തു കൂടായിരുന്നോ? വാശി, വൈരാഗ്യം, അവനെ തകർക്കാനുള്ള വൈരാഗ്യം. അപ്പോൾ പൈസ പ്രശ്നമല്ല, കടം മേടിച്ചിട്ടാണേലും പോവാണ് കൂടോത്രക്കാരൻ്റെ അടുത്ത്. അവനെ തകർക്കാൻ ലക്ഷങ്ങൾ മുടക്കി കൂടോത്രം ചെയ്യാൻ. മനുഷ്യൻ വേറൊരുത്തൻ കണ്ണുനീര് തകർന്നു പോകുന്നതൊന്ന്
വിതയ്ക്കാൻ പോകരുത്. നല്ലത് വിതച്ച് നോക്കിക്കേ, നല്ലത് തന്നെ കൊയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാ ദിവസവും വിതയ്ക്കണം. എന്തു വിതയ്ക്കണം? നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കിയേ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾ ആ അനുഗ്രഹം കൊയ്തെടുക്കാൻ തുടങ്ങും. പറഞ്ഞു നോക്ക്. ഇന്ന് നേരം വെളുക്കുമ്പോഴേ പറയരുത് ഇന്ന് ശരിയാകാൻ സാധ്യതയില്ല, നിന്നെയാ കണി കണ്ടത്. ഇന്ന് ഇറങ്ങിയപ്പോഴേ ഒരു പൂച്ച അങ്ങോട്ട് പോകുന്ന കണ്ട് ഇന്ന് ശരിയാകത്തില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിക്കരുത്. ഇന്ന് എൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും, ഇന്ന് എനിക്ക് സന്തോഷം ദൈവം തരും, ഇന്ന് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വിജയം അനുഭവിക്കും, ഇന്ന് എന്നെ സൗഖ്യം എനിക്ക് ദൈവം തരും. ഇങ്ങനെയൊക്കെ ഉള്ളത് ജീവിതത്തിനകത്ത് എല്ലാ ദിവസവും വിതച്ചുകൊണ്ടിരിക്കുക. അനുഗ്രഹം കൊയ്തെടുക്കാൻ തുടങ്ങും. ചെയ്തു നോക്ക്. ഒരു ദിവസം വിതച്ചേച്ച് പിന്നെ കൊയ്തെടുക്കാൻ മാത്രം കത്തിയായിട്ട് വരരുത്. എല്ലാ ദിവസവും വിതച്ചുകൊണ്ടേയിരിക്കണം. എൻ്റെ കുടുംബത്തെ നോക്കിയിട്ട് പറയണം, ഈ വീട് ശരിയാകത്തില്ലെന്ന് പറയരുത്, ഈ വീട് അനുഗ്രഹിക്കപ്പെടും. മക്കളെ നോക്കി നിങ്ങൾ പറയരുത്, നീ ഗതി പിടിക്കാൻ ചാൻസ് ഇല്ല, നിനക്ക് ബുദ്ധിയില്ല, നീ പൊട്ടണം, നിനക്ക് കഴകത്തില്ല, പറയരുത്. അതൊക്കെ വിതയ്ക്കുന്നത് പോലെയാ. അവൻ്റെ മനസ്സിനകത്ത് വിത്ത് പോലെ ചെന്നത് വീണ് നിങ്ങളോടുള്ള ദേഷ്യം അതിനകത്ത് വളരും, ഇഷ്ടക്കേട് വളരും, വെറുപ്പ് വളരും. വിതച്ചു നോക്കുക, നീ അനുഗ്രഹിക്കപ്പെട്ടു വരും. നിനക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റും, നിനക്ക് നല്ല ഒരു രാജ്യത്ത് പോകാനുള്ള ഭാഗ്യം കിടപ്പുണ്ട്. വിതച്ചു നോക്ക്, നീ വിതയ്ക്കുന്നത് നീ കൊയ്തെടുക്കും. ഹല്ലേലൂയ. വീടില്ലാത്ത വ്യക്തികൾ പറയാം, എനിക്ക് നല്ല വീട് ദൈവം തരും. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ലല്ലോ, എന്നാ ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നല്ല രീതിയിൽ എൻ്റെ ദൈവം നടത്തി തരും. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് പറഞ്ഞ വാക്കുണ്ട്, ദൈവം തരും. അതാ വിതച്ചത്, അത് തന്നെ കൊയ്തെടുത്തു, അനുഗ്രഹത്തെ കൊയ്തെടുത്തു. രക്തസ്രാവക്കാരി സ്ത്രീ വീട്ടിൽ നിറങ്ങിയത് എന്നാ പറഞ്ഞോണ്ടെന്നറിയാമോ? ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന വിശ്വാസം വിതച്ചിട്ടാണ് ഇറങ്ങിയത്. അതാ സൗഖ്യം കൊയ്തെടുത്തത്. വിശ്വാസം വിതയ്ക്കുക, പ്രാർത്ഥന വിതയ്ക്കുക. അനുഗ്രഹത്തെ നിങ്ങൾക്കും എനിക്കും കൊയ്തെടുക്കാൻ പറ്റും. അനുഗ്രഹം കൊയ്തെടുക്കാൻ പറ്റും. ഈ വചനം സത്യമാണ്. വിത്ത് ചുമന്ന് കണ്ണുനീരോടെ പോകുന്നവൻ ആനന്ദഘോഷത്തോടെ കറ്റ ചുമന്ന് വീട്ടിലേക്ക് വരുന്നു. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവമഹത്വം എവിടെ കാണും? എന്ത് കാര്യത്തിൻ്റെ മേലാണോ ഒരാൾ പാസ്പോർട്ടൊക്കെ എടുത്തു പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, വേറൊരാൾ ഒരു കോട്ടിയെ ചിരിച്ചു, പിന്നെ എൻ്റെ തലയ്ക്ക് വട്ടാണെന്ന് തോന്നുന്നു, പാസ്പോർട്ട് കൈ പിടിച്ച് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ? അപ്പോൾ അന്ന് ഇവിടെ അൾത്താരയിൽ ഒരു വാക്ക് പറഞ്ഞു, നീ നിൻ്റെ പാസ്പോർട്ടിനകത്ത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പെന്ന പോലെ ഒരു അത്ഭുതം കാണും. അവൻ വിശ്വസിച്ചു, ആ വ്യക്തി വിശ്വസിച്ചു. ഈ പള്ളി, ഈ ഹാളിനകത്തിരുന്ന് വിശ്വസിച്ചു. അടുത്തിരുന്നവൻ ചിരിച്ചു. അവനും എന്തൊക്കെയോ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ പാസ്പോർട്ടൊന്നും അവൻ്റെ കയ്യിലില്ലായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിനകത്ത് അവൻ ദൈവ മഹത്വം കണ്ടു. അവൻ ആ പാസ്പോർട്ടിനകത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ കണ്ടു, ഒരു അടയാളം കണ്ടു. പല പ്രാവശ്യവും റിജക്റ്റ് ആയ കേസാണ്, പല കാര്യങ്ങളിലും ഭയങ്കര പ്രശ്നമായൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അതിനകത്ത് വിശ്വാസത്തോടെ ഒരു കല്ല് മാറ്റിയതേ ഉള്ളൂ. അവിടെ കണ്ടത് ദൈവമഹത്വമാണ്. വിശ്വാസത്തോടെ ഒരു കല്ലേ മാറ്റിയുള്ളൂ, ഒരു വട്ടത്തിരിക്കുന്ന കല്ല് അങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ. അതുപോലും ചെന്നു നിന്നത് ഒരു വലിയ അത്ഭുതത്തിലാണ്. നിങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത് ചെറിയ കാര്യമായിരിക്കും. ചിലപ്പോൾ തോന്നും, ഒരു കടലാസിൽ എഴുതി ആ പെട്ടിക്കത്തിട്ടാൽ എന്താ ഗുണമുള്ളത്? ഞങ്ങൾ പ്രാർത്ഥിക്കുക, ആ വിഷയത്തെ വിശ്വാസത്തോടെയാണ് ചെയ്തേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തേ. അവിടെ ദൈവ മഹത്വം നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ മഹത്വം കാണാൻ തുടങ്ങും. ദൈവത്തിന്റെ മഹത്വം കാണാൻ തുടങ്ങും എന്ന് പറഞ്ഞ സ്ഥലം ഏതാന്ന് ഓർക്കണം. മനസ്സ് തകർന്ന് ഇനി മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലാസറിന്റെ ശരീരത്തിലാണ് ദൈവമഹത്വം വെളിപ്പെട്ടത്. മരിച്ചു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 4 ദിവസം കഴിയുമ്പോൾ ഈ മാംസം വിട്ടുപോകും, അസ്ഥിയെ നെല്ലേന്ന് ഞരമ്പൊക്കെ പോകും, എല്ലാത്തിനകത്തും പുഴു കയറും, വെള്ളം ഒലിക്കും, വയറ് വീർക്കും, മുഖത്തിൻ്റെ ഈ പഴയ കളറും പ്രതാപമൊന്നുമില്ല, കളറൊക്കെ മാറി കറക്കും, ബോഡി മൊത്തം കറുത്തു പോകും. 4 ദിവസം കഴിയുമ്പം ഫ്രീസറിനകത്തിരിക്കാത്ത ബോഡിയുടെ അവസ്ഥ അതാണ്. അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞത്, കല്ലൊന്നും മാറ്റാൻ നിൽക്കേണ്ട, ആകെ ചീഞ്ഞ അവസ്ഥയിലായിരിക്കും, ഞങ്ങൾക്കൊന്നും ഇത് കാണാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സഹോദരനത്. നിനക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റും കല്ല് മാറ്റാനൊക്കെ, ഞങ്ങൾക്കൊന്നും ഇത് കാണാൻ പോലും പറ്റത്തില്ല, ഞങ്ങളുടെ സഹോദരൻ ആ ഒരു അവസ്ഥയിൽ ചീഞ്ഞു കിടക്കുന്നത്. യേശു പറഞ്ഞ കല്ല് മാറ്റ്. അവർ ആ കല്ല് മാറ്റിയത് ഒരു നിയോഗത്തിൽ, ആ വാക്കിൻ്റെ പുറത്തുള്ള നിയോഗത്തിലാണ്. അവിടെ കണ്ടത് പുഴു പിടിച്ച് വയറ് വീർത്ത് കളറും പോയി ചെയ്യാൻ തുടങ്ങിയ പുഴുവുള്ള ശരീരമുള്ള ഒരാളെയല്ല, ജീവനുള്ള നഷ്ടപ്പെട്ട ജീവൻ തിരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു.
എന്താ നിനക്ക് നഷ്ടപ്പെട്ടത്? ജീവിതത്തിൽ പലരുടെയും ദുഃഖം പലതും നഷ്ടപ്പെട്ടതിനെ ഓർത്താണ്. വിശ്വാസത്തിൽ നിയോഗത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചാ ശരീരത്തിൽ കയറിയതുപോലെ നഷ്ടപ്പെട്ടത് തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന അനുഭവം ഉണ്ടാവും. നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട കുടുംബജീവിതം, നഷ്ടപ്പെട്ട ഭാവി, നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം, നഷ്ടപ്പെട്ട എന്ന് ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും തിരിച്ചു നിന്റെ ജീവിതത്തിലേക്ക് നടക്കുന്നത് ഒരു നിയോഗത്തിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഭവിക്കാൻ പറ്റും. ഒന്ന് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം ശക്തമായി പ്രാർത്ഥിക്കട്ടെ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഒരു മുളകിൻ്റെ ഒരു വിത്തിട്ടാൽ അതിൽ കായ്ക്കുന്നത് 10-25 മുളകാണ്. ഒറ്റ വിത്തയിട്ടുള്ളൂ, അതേ നിന്ന് കായ്ച്ചത് ഒരു പയറിൻ്റെ ഒരു മണിയെ നട്ടുള്ളൂ, അതേ നിന്ന് 10-25 പയറ് പറിച്ചു. ഒരു വിത്ത് അത് കിളിർത്തു വന്നപ്പോൾ അതിന്മേൽ 10 ഇരട്ടിയാ കായ്ച്ചത്. ഇന്ന് വിശ്വാസത്തോടെയാണോ സഹോദര സഹോദരി പ്രാർത്ഥിക്കുന്നത്? നീ അതിന്മേൽ ചില കാര്യങ്ങൾ പറിച്ചെടുക്കും, ചില നന്മകൾ നിനക്ക് അനുഭവിക്കാൻ തുടങ്ങും. വിതച്ചത് ഇന്ന് സന്തോഷമൊന്നും ഇല്ലാതായിരിക്കും ഇരിക്കുന്നത്. സങ്കടത്തോടെ വിത്ത് ചുമന്നു കൊണ്ടുപോകുന്ന കർഷകനെ കുറിച്ച് ബൈബിൾ പ്രതിപാദിച്ചതുപോലെ ആയിരിക്കും സങ്കടത്തോടെ വിത്ത് ചുമന്നു കൊണ്ടുപോകുന്നവൻ ആനന്ദഘോഷത്തോടെ കറ്റ ചുമന്ന് വീട്ടിലേക്ക് പോകുന്ന എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകം പറഞ്ഞതുപോലെ ലെബനോനിലെ ദേവദാരു പോലെ നീ വളരും, പന പോലെ തഴച്ചു വളരും. നീ ദൈവഭവനത്തിൽ നടും, ദൈവത്തിന്റെ ഭവനത്തിൽ നീ വളരാൻ തുടങ്ങും. നിന്റെ ജീവിതം പുഷ്ടിയോടെ വളരും, അനുഗ്രഹത്തിൽ നിലനിൽക്കും. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. എല്ലാവരും കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടോ വഴക്കുണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എഴുതി കൊണ്ടുവന്ന നിയോഗത്തിൻ്റെ മേൽ ലാസറിൻ്റെ ശരീരത്തിനകത്ത് ജീവൻ വന്ന് കയറിയതുപോലെ, ആ ശരീരം പഴയ അവസ്ഥയിൽ ജീവനോടെ എഴുന്നേറ്റ് വന്നതുപോലെ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ ഇതുപോലൊരു ദൈവശക്തി പ്രവർത്തിക്കുന്ന, ഇതുപോലൊരു ദൈവ പ്രവൃത്തി നടക്കുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളത് വിശ്വാസത്തിൽ കാണുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റ്, ആ കല്ല് ഉരുണ്ടു മാറി പോകട്ടെ എന്നല്ല പറഞ്ഞത്, ആ കല്ല് മാറ്റാൻ പറഞ്ഞു, അത് നിയോഗത്തിൽ ചെയ്യാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ചെറിയ പേപ്പർ കഷ്ണത്തിലാണേലും എഴുതിക്കൊണ്ടുവന്നത് നിങ്ങളുടെ സങ്കടമുള്ള നിയോഗമാണ്. നിങ്ങളൊരു കല്ലെടുത്ത് മാറ്റിയതുപോലെ, അല്ലെങ്കിൽ ആ ശവകുടീരത്തിന്റെ കല്ല് മാറ്റിയതുപോലെ നിയോഗത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത്, നിങ്ങൾ പ്രാർത്ഥിച്ച നിയോഗത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിനകത്ത് ചില ദൈവ പ്രവർത്തികൾ അനുഭവിക്കാൻ തുടങ്ങും. നീ വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നത് കൊയ്യും. സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തിൽ ആ വിതയ്ക്കുന്നതെങ്കിൽ അനുഗ്രഹം കൊയ്തെടുക്കാൻ തുടങ്ങും, അനുഗ്രഹം കൊയ്തെടുക്കാൻ തുടങ്ങും. ആർക്കും ദ്രോഹം വരുന്നത്, ആരെയും തകർക്കുന്നത്, മറ്റൊരാളുടെ പേരിനെ കളങ്കപ്പെടുത്തുന്നത്, വേറൊരുത്തന്റെ ജീവിതം തകർക്കുന്നത് ദയവ് ചെയ്ത് വിതയ്ക്കാൻ പോകരുത്. നിന്റെ ജീവിതം ഉയരാതെ തടസ്സപ്പെട്ടു പോകും. നമ്മൾ വിചാരിക്കും, ഞാൻ അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പലരും അവരുടെ ജീവിതത്തിൻ്റെ ഭാവിയെ ഇല്ലാതാക്കിയത് അവരുടെ നാവ് കൊണ്ട് തന്നെയാണ്. ഒരാളെ നോക്കിയിട്ട് ഒരാൾ പറഞ്ഞു, ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആളുടെ നാക്ക് ശരിയല്ല. അയാളുടെ ശത്രു അയാളുടെ നാക്കും തന്നെയാണ്. നിന്റെ ജീവിതത്തെ തകർത്തത് നിന്റെ നാക്കു തന്നെയാണ്. ചിലർ നിന്നോട് മിണ്ടാത്തതിൻ്റെ കാരണം നിനക്ക് ഭംഗിയില്ലാത്തോണ്ടല്ല, നിന്റെ നാക്ക് ശരിയല്ലാത്തോണ്ടാണ്. ചില ആളുകൾ നിന്നെ ഒന്നിനും വിളിക്കാത്തത് നിന്റെ കളറില്ലാത്തത് കൊണ്ടല്ല, നിന്റെ സംസാരം ശരിയല്ലാത്തത് കൊണ്ടാണ്. വിതയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം. വിതയ്ക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒന്നും വിതയ്ക്കാൻ പോകരുത്. ആർക്കും ദ്രോഹം വരുന്ന അയൽവാസിക്കോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ദേശക്കാർക്കോ കുടുംബക്കാർക്കോ ഞാനായിട്ട് വിതയ്ക്കാൻ പോകരുത്, വിതയ്ക്കാൻ പോകരുത്. ദൈവനീതിയോടെ വിധിക്കും, ദൈവനീതിയോടെ വിധിക്കും. പ്രാർത്ഥനയാണോ വിതച്ചത്? ദൈവത്തിൽ ആശ്രയിച്ചാണോ നിൽക്കുന്നത്? നിന്റെ ജീവിതത്തിന്റെ വേര് ദൈവവചനത്തിനകത്താണോ? നിന്റെ മുമ്പിൽ ഏതൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പിടിച്ചാലും നിനക്കൊരു കുലുക്കവും വരത്തില്ല. നിന്നെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. വചനം പറഞ്ഞില്ലേ, ആഴത്തിൽ കുഴിച്ച് വേര് വലിയ അടിസ്ഥാനമിട്ട് ഭവനം പണിത മനുഷ്യനെ പോലെയാ ദൈവവചനത്തിനകത്ത് വേരുറപ്പിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ കൊടുങ്കാറ്റല്ല, തിരമാലയല്ല, ഇതിനേക്കാൾ വലിയ ആൾക്കാർ വന്നാലും ആ
അവൻ ഉറച്ചു നിൽക്കും. അവനെ ഇളക്കുക പോലും സാധ്യമല്ല, കാരണം അവൻ നിൽക്കുന്നത് അതുപോലെയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മളൊന്ന് പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ വിതയ്ക്കാൻ പോവാണ്. നല്ല പറമ്പ് പാടമൊക്കെ ഒരുക്കിയിട്ട് കർഷകൻ വിത്ത് ഒരു കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് വാരി ആ മണ്ണിലേക്ക് പ്രതീക്ഷയോടെ വിതയ്ക്കുന്നത് പോലെ എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ചേ. പ്രിയപ്പെട്ടവരെ, പച്ച വിത്തല്ല കിളിർക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഉണങ്ങിയ വിത്ത പലതും കിളുത്തു വരുന്നേ. ഒരു മാങ്ങ, അതിൻ്റെ വിത്ത് അടുപ്പിൻ്റെ ചുവട്ടിലോ വെയിലത്തൊക്കെ വെച്ച് ഉണക്കും. അതിൻ്റെ പുറമേ കണ്ടാൽ നമ്മൾ ഓർക്കും ഇത് ഉണങ്ങിപ്പോയി, ഇത് കിളുക്കിയാലെന്ന്. പക്ഷെ ആ ഉണങ്ങിയതുപോലിരിക്കുന്ന വിത്ത് വെള്ളത്തിൻ്റെ നനവും മണ്ണിൻ്റെ മണവും അടിക്കുമ്പോൾ അതിന്മേൽ ജീവൻ ഉണ്ടാകാൻ തുടങ്ങും. ഏത് വിത്തും ഉണങ്ങിയ വിത്ത് ഇതൊന്നും കിളുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ പറമ്പിലേക്ക് എറിഞ്ഞ വിത്തായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാം അതിന്മേലൊരു മുള വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവിതം ഒരു പക്ഷേ ഉണങ്ങിയതുപോലൊക്കെ തോന്നും, താന്നുപോയതുപോലെ തോന്നും, പരാജയപ്പെട്ടതുപോലെ തോന്നും, ഇനി ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഇന്ന് കിളിർക്കുന്നത് അതായിരിക്കും. അതിന്മേലായിരിക്കും ദൈവത്തിന്റെ കടാക്ഷം എന്നുണ്ടാകാൻ പോകുക. എഴുതി തള്ളാൻ വരട്ടെ, ഇനി നടക്കുകയില്ലെന്ന് പറയാൻ വരട്ടെ, ഇനി ഒന്നും ശരിയാകാൻ പോകുകയില്ലെന്ന് വിധി പറയാൻ വരട്ടെ, ഞാൻ ഇന്ന് എൻ്റെ വിശ്വാസം വിതയ്ക്കാൻ പോവുക. കർത്താവേ, ഞാൻ ഇന്ന് എൻ്റെ പ്രാർത്ഥന വിതയ്ക്കാൻ പോവുക. ഞാൻ എൻ്റെ നിയോഗം സമർപ്പിക്കാൻ പോവുക. ഒരു വിത്ത് പോലെ ഞാൻ കരഞ്ഞു പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതം ഞാൻ വിതയ്ക്കാൻ പോവുകയാണ്. കർത്താവേ, എനിക്ക് കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നവനെ പോലെ എനിക്ക് അങ്ങയുടെ അനുഗ്രഹത്തിൽ തിരിച്ചു പോകാൻ, അങ്ങയുടെ അനുഗ്രഹത്തിൽ തിരിച്ചു പോകാൻ, ലെബനോനിലെ ദേവദാരു പോലെ പോകുവാൻ, പുഷ്ടിയോടെ വളരുവാൻ എനിക്ക് അനുഗ്രഹം തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച സകല നിയോഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, സകല ആവശ്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. സകലത്തിന്റെ മേലും വെളിപ്പെടുന്ന ഒരു അനുഗ്രഹത്തെ ഞങ്ങൾ കാണുന്നു. ലാസറിന്റെ സഹോദരി ഈ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോഴേ ഒരു വർത്താനം പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, ഇതൊക്കെ ശരിയാകുവോ? അത് മരിച്ചിട്ട് 4 ദിവസം ആയില്ലേ? ചീഞ്ഞ മണമായിരിക്കത്തില്ലേ? പുഴുവായി പോയി കാണത്തില്ലേ? ആകെ കോലം കെട്ടുപോയി കാണില്ലേ? യേശു പറഞ്ഞു, നീ ഒരു പ്രാർത്ഥനയോടെ ആ കല്ലെടുത്ത് മാറ്റ്, നിയോഗത്തോടെ എടുത്ത് മാറ്റ്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് എന്റെ കുടുംബത്തിനകത്തൊരു വെളിപ്പെടും, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. അധരം തുറന്ന് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈ നിമിഷം അത് അത്ഭുതമായി വരട്ടെ, ഈ നിമിഷം അത് അനുഗ്രഹമാകട്ടെ, ഈ നിമിഷം അത് അനുഗ്രഹമാകട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ ഇടവരട്ടെ. വിശ്വസിച്ചാൽ ഞാൻ ദൈവമഹത്വം കാണും, വിശ്വസിച്ചാൽ ഞാൻ ദൈവമഹത്വം കാണും. വിശ്വസിച്ചാൽ if you believe you will see the glory of God. ദൈവത്തിന്റെ മഹത്വം നീ കാണും, ദൈവത്തിന്റെ മഹത്വം നീ കാണും, ദൈവത്തിന്റെ മഹത്വം നീ കാണും. ആമേൻ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കൂടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കുള്ള അനുഗ്രഹം ഉണ്ടാവുന്നത്. യേശു ലാസറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കല്ല് മാറ്റുക എന്ന് അവരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ നോട്ടത്തിൽ യേശുവിന് പറഞ്ഞാൽ മതി, ആ കല്ലങ്ങോട്ട് മാറിപ്പോകട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള യേശുവിന് കല്ല് മാറ്റാൻ അവരുടെ സഹായം ആവശ്യമായിരുന്നു. പക്ഷേ ചെയ്യേണ്ടതുണ്ട്, ചിലത് വിതയ്ക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇവിടെ നിങ്ങളൊരു അത്ഭുതം കാണുവാൻ ആഗ്രഹിക്കുന്നു, ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു നിയോഗത്തിൽ അത് പ്രാർത്ഥിക്കേണ്ടി വരും. ചില നിമിഷങ്ങൾ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ചടങ്ങ് പോലായിരിക്കില്ല, ഒരു ശുശ്രൂഷ പോലെ അതിനെ പ്രാർത്ഥിക്കേണ്ടി വരും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, മരിച്ചു പോയവനെ ഉയർപ്പിക്കാൻ യേശു ഒരു കാര്യം ചെയ്തു, ആ കല്ല് മാറ്റാൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അത്ഭുതം നടക്കാൻ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഒരു നിയോഗം എഴുതി ഒന്ന് സമർപ്പിക്കുക. പിന്നെ പേന കൊണ്ട് ഒരു കടലാസിൽ എഴുതി, ഒരു കടലാസ് അതൊക്കെ മനസ്സിൽ ഓർത്താ പോരെ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേന കൊണ്ട് ആ പേപ്പറിൽ എഴുതുന്നത് പോലും അതുപോലും മറ്റൊരു അത്ഭുതത്തിലേക്ക് കാരണമാകുന്നു. നമ്മൾ സാധാരണ പോലെ കാണുന്ന ഇവിടെ നിന്ന് കൊടുക്കുന്ന ആ വെഞ്ചരിച്ച എണ്ണയുണ്ടല്ലോ, പല സ്ഥലത്തും ചെല്ലുമ്പോൾ അത് അവർ ചോദിക്കുക, ഞങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരാമോ, ഞങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരാം. ഞാൻ ചോദിച്ചു, അതെന്താ ഇവിടുന്ന്? അല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. ഇന്നും കൂടെ ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഒരാൾ ചോദിച്ചു, ഒരു 4 ചെറിയ കുപ്പി വെഞ്ചരിച്ച വെളിച്ചെണ്ണ ഞങ്ങളുടെ ഇന്നയാളുടെ അടുത്തൊന്ന് കൊടുത്തു വിടണേ, ഞങ്ങളുടെ വേദനയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ചെറുതെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും, വലിയ അടയാളങ്ങൾ ഉണ്ടാകും. ഒരു നിമിഷം നിങ്ങളുടെ ആഗ്രഹത്തെ, ആ നിയോഗത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ഈ അൾത്താരയിൽ നിങ്ങൾ നിൽക്കുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ പറയുന്നതും ഒന്ന് വിശ്വാസത്തിൽ കണ്ടേ. എനിക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം ചൊരിയും. രക്തസ്രാവക്കാരി ഇങ്ങനല്ല പറഞ്ഞ, എൻ്റെ കാര്യം ഇനി ശരിയാകാൻ പോകുന്നില്ലെന്നല്ല പറഞ്ഞത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു സൗഖ്യം അനുഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ടാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. കുറെയൊക്കെ പ്രാർത്ഥിച്ചതല്ലേ, ഇനി എവിടെ ശരിയാകാനാണ്? ഇങ്ങനെയുള്ള തലതിരിഞ്ഞ ചിന്തകളല്ല. വിശ്വാസത്തിലൊന്ന് മനസ്സിലെങ്കിലും പറ, എൻ്റെ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. എൻ്റെ മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ മാറുന്ന അനുഗ്രഹം എനിക്ക് ലഭിക്കും. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലൂടെ അനുഗ്രഹം അനുഭവിക്കും. അവിടുന്ന് എൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. അവിടുന്ന് അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ ഒഴിക്കും. ഈ വചനം നിന്റെ മേൽ ഒഴിക്കുന്ന തൈലമാണ്. ഈ തൈലം നിന്റെ മേൽ, ഈ വചനം നിന്റെ മേൽ ഒഴിക്കുന്ന തൈലമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ദാവീദിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു തൈലം ഒഴിച്ചു. ആ തൈലം ദേഹത്ത് വീണ ദാവീദാണ് മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ചത്. ദൈവവചനമാകുന്ന ഈ അഭിഷേക തൈലം നിന്റെ മേൽ വീഴുമ്പോൾ എല്ലാ ശത്രുക്കളും തിന്മയുടെ സ്വാധീനങ്ങളും നിലംപരിശാകാൻ തുടങ്ങും. കാരണം നിന്റെ ബലം കൊണ്ടല്ല, നിന്റെ മേൽ ഒഴിച്ച, നിന്റെ മേൽ വന്നു വീണ ആ വചനമാകുന്ന ആ അഭിഷേക തൈലത്തിന്റെ ഗുണമാണത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ.
മരണനിഴലിൽ ഭീതിയേറുമ്പോ ആരുമില്ല ഏകയാകുമ്പോ മരണനിഴലിൽ ഭീതിയേറുമ്പോ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധ റൂഹാ ആബാ പിതാവേ ആമേൻ ആമേൻ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്തെടുക്കും. ഞാൻ വിതച്ചത് വിശ്വാസമാണ്. ഞാൻ ഇന്ന് വിതച്ചത് എൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. ഞാൻ വിതച്ചത് എൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ അനുഗ്രഹത്തെ കൊയ്തെടുക്കും. എൻ്റെ കുടുംബം ഒരു അനുഗ്രഹത്തെ കൊയ്തെടുക്കും. ആമേൻ ആമേൻ. എന്നിട്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ വർഷം ഒക്ടോബർ മാസം നമ്മുടെ നിയോഗ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന സമയമാണ്. അപ്പോൾ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന 2 മാസത്തെ ഒരുക്കത്തിന് ശേഷമാണ് നടത്തുക. എല്ലാവരും ഒരുങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് സാഹചര്യവും അവസരവും സമയവും ഉള്ള എല്ലാവരും ഒരു 100 പേരെങ്കിലും ഈ പ്രാവശ്യം ഒരുങ്ങി പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസവും വരുത്തും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശു എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമെന്നാണ്. അപ്പോൾ മറ്റൊരു വാക്കാണ്, യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ. അതിന്മേൽ നിൽക്കുന്ന എന്ത് തടസ്സമായാലും മാറണം, എന്നിട്ട് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടണം. അപ്പം നിങ്ങളും സാധിക്കുന്നവരൊക്കെയും ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുക. ഞങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പണമല്ല ആവശ്യം. നിങ്ങൾ 1 രൂപയും തന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരിക്കലും പണത്തിന് വേണ്ടി ചോദിക്കാറില്ല. പണം നമുക്ക് ആവശ്യമില്ല. എല്ലാ കാര്യവും ദൈവകൃപയിൽ ഭംഗിയായിട്ടാണ് പോകുന്നത്. ഇവിടെ വലിയ വലിയ പ്രൊജക്റ്റുകളോ കെട്ടിടം പണികളോ കുരിശുപള്ളി പണിയലോ ഒന്നും മേടിക്കലോ ഒന്നും ഇവിടെ ആവശ്യമായിട്ടില്ല. എല്ലാ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പണമല്ല ആവശ്യം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിന് പണച്ചെലവ് ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും അനുഗ്രഹമായിട്ടാണ് ദൈവം മാറ്റുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ അനുഗ്രഹമാണ് ദൈവം ചെയ്യുന്നതെന്ന്. നമ്മൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ അനുഗ്രഹമാണ്. സാധാരണ രീതിയിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ ഏതെല്ലാം വിധത്തിലാണ് അത് ഫലമായി മാറുന്നത്. ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കറിയാം ഈ ശുശ്രൂഷ മറ്റൊന്നും ഒന്നുമില്ലേലും ഈ ശുശ്രൂഷ ദൈവനാമത്തിൽ അനേകർക്ക് അനുഗ്രഹമാണ്. അനേകരുടെ ജീവിതത്തിൻ്റെ വിടുതലാണ്. എൻ്റെ സാക്ഷ്യങ്ങൾ ഇന്നും ആളുകൾ എവിടെ ചെന്നാലും, ഞാൻ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ അവിടെയും ഉണ്ടായിരുന്നു 8-10 പേര്. അവിടെയും ഈ പ്രാർത്ഥിച്ച് ഫോണിലൂടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയ കാര്യങ്ങൾ സാക്ഷ്യമായി പറയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്ക് എത്താൻ ചെങ്കടൽ ഒരു തടസ്സമായിരുന്നു. ആ തടസ്സത്തെ മാറ്റിയാണ് ദൈവം അനുഗ്രഹത്തിലെത്തിച്ചത്. ഇതുപോലെ എൻ്റെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും മാറി എന്നെ ഒരു അനുഗ്രഹത്തിൽ എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. പിന്നെ ശരീരത്ത് വേദന അനുഭവിക്കുന്നവരുണ്ട്, ഹൃദയ സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത വേദന അനുഭവിക്കുന്നവരുണ്ട്, വയറിന് പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, കുടലിന് പ്രശ്നമുള്ളവരുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുള്ളവരുണ്ട്, കരളിന് പ്രശ്നമുള്ളവരുണ്ട്, കാലിന് വേദനയുള്ളവരുണ്ട്, നടക്കാൻ പറ്റാത്ത നിലയിൽ വേദനിക്കുന്നവരുണ്ട്, നട്ടലിന് പ്രശ്നമുള്ളവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരുണ്ട്, വിവിധ തരത്തിൽ വേദനിക്കുന്നവർ എല്ലാവരെയും ഒന്നോർത്ത് ഇപ്പോൾ നിയോഗ പ്രാർത്ഥന ചൊല്ലുവാൻ നമ്മൾ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ അൾത്താരയിൽ വച്ചിരിക്കുന്ന സകല നിയോഗവും ഒരു സാക്ഷ്യമായി അത് മാറണം. എല്ലാവരും പ്രാർത്ഥിച്ച് ഒരു സാക്ഷ്യമായി അത് മാറണം. എല്ലാ പ്രാർത്ഥനകളെ ഓർത്ത് കരങ്ങൾ അല്പം യാചനാപൂർവ്വം പിടിച്ച് ചേർന്ന് പാടാം. ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ
മാധ്യസ്ഥമേകിടേണേ. എല്ലാവരും ചേർന്ന് പാടാമോ? വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതുപോലല്ല, യേശുവേ, നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പാസ്പോർട്ടുമായി പ്രാർത്ഥിക്കാൻ വന്നവരുണ്ട്, സ്ഥലം വിൽക്കാൻ അല്പം മണ്ണ് കൊണ്ടുവന്നവരുണ്ട്, വെള്ളം കൊണ്ടുവന്നവരുണ്ട്. അതെല്ലാം എടുത്തൊന്ന് കയ്യിൽ പിടിക്കാമോ? നിങ്ങൾ പ്രാർത്ഥിക്കാനായി ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്നവരുണ്ട്, പാസ്പോർട്ട് കൊണ്ടുവന്നവരുണ്ട്, ചില സർട്ടിഫിക്കറ്റുകൾ കൈകൾ കൊണ്ടുവന്നവരുണ്ട്. ഓരോ വിശ്വാസത്തിൽ കൊണ്ടുവന്നവരാ ഓരോരുത്തരും. അത് കയ്യിൽ പിടിച്ച്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കണ്ടുകൊണ്ട് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ടെന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും മാറ്റി എന്നെയും എന്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും പൂർണ്ണമായും മാറ്റി എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ നിയോഗം സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ നിയോഗം സാധിച്ചു തരണമേ. യേശുവേ, ഈ നിയോഗം സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,